ഈ ഗാസയിൽ ഭീകരവാദികൾ മരിച്ചാലും ആമസോണിൽ കാടുകൾ കത്തി നശിച്ചാലും ഇറാഖിൽ സദാം ഹുസൈൻ എന്ന ഒരു ഭീകരവാദി ജനങ്ങളെ അത്രത്തോളം വേട്ടയാടിയ ആൾ മരിച്ചാൽ പോലും കേരളത്തിലെ CPM-കാർ വലിയ രീതിയിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ ബംഗാളിൽ ജിഹാദികളുടെ ആക്രമണത്തിൽ സ്വന്തം സഹാക്കൾ തന്നെ മരണപ്പെട്ടപ്പോൾ CPM അറിഞ്ഞിട്ടില്ല, മൗനത്തിലാണ്. അതെന്താണ് ബംഗാളിലെ വാർത്തകളൊന്നും കേരളത്തിലെത്താത്തത്? അതെ, കേരളത്തിൽ ഈ പറയുന്ന പോലെ ബംഗാളികൾക്കും ബംഗാളിലെ സഖാക്കൾക്കൊന്നും കേരളത്തിൽ വോട്ടില്ലല്ലോ. അതൊരു വലിയ വിഷയമാണ്. അതേസമയം ഹമാസ് അനുകൂലികൾക്കും ഇറാഖിലെ സദാം ഹുസൈൻ അനുകൂലികൾക്കും അതുപോലെ ആമസോൺ കാട് കത്തുമ്പോൾ വേദനിക്കുന്നവരും ഒക്കെ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വോട്ടുമുണ്ട്. ആ വോട്ടാണ് CPM-നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ബംഗാളിലെ സഖാക്കൾ കലാപകാരികളുടെ കൈകൊണ്ട് മരിച്ചാൽ അവർ കണ്ണടയ്ക്കും, അറിയില്ല, അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല, എന്നാണ്, എപ്പോഴാണ് എന്നൊക്കെ ആയിരിക്കും തിരിച്ചു ചോദിക്കുന്നത്. എന്തായാലും ബംഗാളിലെ CPM-ന് ആ മറവി ബാധിച്ചിട്ടില്ല. അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിൻ്റെ നേതൃത്വത്തിൽ ഈ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട ആ അച്ഛൻ്റെയും മകൻ്റെയും വീട്ടിലെത്തി അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടു. അവരുടെ എന്ത് ചെയ്യണം, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവിടെ പോയി മുഹമ്മദ് സലീം അവരെ കണ്ടു, ഒക്കെ ശരിയാണ്. പക്ഷെ ഇനി എന്ത്? കാരണം തിരിച്ചടിക്കാൻ ശേഷി അവിടെ CPM-നില്ല. കേരളത്തിലാണെങ്കിൽ അങ്ങനെയും പോകില്ലായിരുന്നു അല്ലേ? അതെ, കേരളത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലാണെങ്കിൽ ഒരു കാരണവശാലും ഈ സഖാക്കളുടെ മരണത്തിൽ അനുശോചിച്ച് ആരും അവരുടെ വീട് സന്ദർശിക്കില്ല. അവർക്ക് വേണ്ടി അനുശോചന യാത്രകളോ സമ്മേളനങ്ങളോ ഒന്നും സംഘടിപ്പിക്കില്ല. നമുക്ക് അറിയാമല്ലോ, നമുക്ക് മഹാരാജാസിലെ അഭിമന്യു എവിടെ പോയി? അഭിമന്യുവിൻ്റെ കൊലയാളികൾ നെഞ്ചും വിരിച്ച് നടക്കുന്നു, ജാമ്യത്തിൽ ഇറങ്ങി. എവിടെ CPM? കേരളം ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയൻ തന്നെയാണോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. എന്തായാലും ഇവിടെ ബംഗാളിലെ സ്ഥിതി അനുസരിച്ച് CPM-ന് അവിടെ തിരിച്ചടിക്കാനുള്ള ശക്തിയില്ല. അവിടെ കോൺഗ്രസിൻ്റെയും BJP-യുടെയൊക്കെ നിഴലായിട്ടാണ് നിൽക്കുന്നത്. അടി കൊള്ളാതിരിക്കണമെങ്കിൽ BJP ഓഫീസിൽ കയറി നിൽക്കണം, അതാണ് അവസ്ഥ. ഇല്ലെങ്കിൽ തൃണമൂലുകാർ പഞ്ഞിക്കിടും. അങ്ങനൊരു സാഹചര്യമാണ് ബംഗാളിലെ CPM നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷേ പേരിനെങ്കിലും അവർ ആ വീട്ടിൽ പോയി ഈ കൊല്ലപ്പെട്ട ജിഹാദികളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട അച്ഛൻ്റെയും മകൻ്റെയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ സന്ദർശിച്ചു. അവരെ എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കാണും. അതിൽ കൂടുതലൊന്നും ഇല്ല. എന്തായാലും ഈ പറയുന്നത് പോലെ ബംഗാളിലെ കലാപം വളരെ രക്തരൂഷിതമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിപ്പോൾ കേന്ദ്രസേന അവിടെ ഇറങ്ങിയത് കൊണ്ട് മൂർഷിദാബാദിൽ ഒരല്പം സമാധാനം തിരിച്ചു വന്നു എന്ന് പറയാം. പക്ഷെ 400-ലധികം കുടുംബങ്ങളാണ് അവിടെ വിട്ട് ഓടിപ്പോയത്. ശരിക്കു പറഞ്ഞാൽ പലായനമാണ്, കൂട്ടപലായനമാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ മൂർഷിദാബാദിൽ ഒരു ഹിന്ദു വംശഹത്യയാണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ കേന്ദ്രസേന കൂടി ഇറങ്ങി, അർദ്ധസൈനിക വിഭാഗം ഇറങ്ങി, അതുപോലെ BSF അവിടെ ഇറങ്ങി. BSF ഇറങ്ങിയത് കൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറാൻ പറ്റാതെ ആയത്. അതിനെ തടയാൻ BSF-ന് സാധിച്ചു. അതുകൊണ്ട് കലാപം നിയന്ത്രിക്കാൻ സാധിച്ചു. ഈ കലാപകാരികൾ, അക്രമം അഴിച്ചുവിട്ട കൊടും ഭീകരന്മാർ, ജിഹാദികൾ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നവരാണ്. അവർ ആണ് ഇന്ത്യക്കാരായ ആൾക്കാരെ ഈ മാരകമായിട്ട് ആക്രമിക്കുകയും ഈ 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. നിരവധി വീടുകൾ തീയിട്ടു. അതുപോലെ സർക്കാർ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കത്തിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയാം. അടക്കമുള്ള യുവജന സംഘടനകൾക്ക് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാമായിരുന്നു. മെഴുകുതിരിയൊന്നും അവർ കത്തിക്കില്ല. കാരണം മെഴുകുതിരി കത്തിച്ചാൽ ഇവിടെ കേരളത്തിൽ വോട്ട് പോകും. തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളില്ല. ഏതാണ്ട് ഇപ്പോൾ ഒരു 8-9 മാസം കഴിയുമ്പോഴത്തേക്കും നിയമസഭ, ഇപ്പോൾ 6 മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു 8-9 മാസം കഴിയുമ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനു മുൻപ് തന്നെ ഈ ആരെയാണോ അവർ ലക്ഷ്യം വയ്ക്കുന്ന അവരുടെ കേന്ദ്രത്തിൽ തന്നെ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. അതെ, തൊട്ടടുത്ത് അതും വരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ അൻവറിനെ പിണക്കിയത് കൊണ്ട് ഇനി അവിടെ എന്ത് സംഭവിക്കുമെന്ന് കാണാം. അതവിടെ നിൽക്കട്ടെ. ഈ മുർഷിദാബാദിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇപ്പോൾ ഒരു 150 പേര് അവിടെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ മമതാ ബാനർജി വലിയ വായിൽ നിലവിളിക്കുന്നുണ്ട്, സമാധാനം സമാധാനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ സമാധാനത്തിൻ്റെ യാതൊരു സൂചനകളുമില്ല. എപ്പോൾ വേണമെങ്കിലും അടുത്ത കലാപം പൊട്ടിപ്പുറപ്പെടാം. അതിന് സജ്ജരായിട്ട് നിൽക്കുകയാണ് മുർഷിദാബാദിലെ ഒരു വിഭാഗം ആൾക്കാർ. വഖഫ് നിയമ ഭേദഗതിയാണ് അവരുടെ വിഷയം. നമുക്കറിയാം കേരളത്തിലും സമാനമായ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്കകത്ത് പാസ്സാക്കിയ ഒരു നിയമത്തിൽ
പ്രതിഷേധമുണ്ടെങ്കിൽ, അതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ പ്രകടിപ്പിക്കാം. ഇവിടെ അതിനാരും തടസ്സമല്ല. നമ്മുടെ ഏത് പ്രതിഷേധവും അല്ല, അതാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ മാത്രമേ ഇത്രയും തീവ്രമായ സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ബംഗാളിലും, മറ്റൊന്ന് അക്രമത്തിലേക്കൊന്നും പോയില്ലെങ്കിൽ ഒരു തീവ്രവാദ സന്ദേശം കൊടുത്തത് അത് നമ്മുടെ കേരളത്തിൽ. വളരെ അതാണ് ഞാനും പറയാൻ വന്നത്. കരിപ്പൂര് നടന്ന ആ പരിപാടിയിൽ ഈ ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഹമാസിന്റെ പോരാളികളുടെ, അതും ഇസ്രയേലിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആൾക്കാരുടെ, മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കളുടെ ഒക്കെ പടങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളം ഉപരോധിക്കാൻ ചെന്നത്. അല്ല, ആ തീവ്രവാദികളുടെ സ്ഥലങ്ങളാണോ മോദി ഏറ്റെടുക്കുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഈ കൊട്ടേഷൻ എന്തായാലും അവിടെ CISF വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു. ഓടിച്ച് കുറേ എണ്ണത്തിന് തൂക്കി അകത്ത് വിട്ടു. കാരണം ഇടക്കാലത്ത് ഒരു വാർത്ത ഉണ്ടല്ലോ, ഇന്ത്യ ആഫ്രിക്കയിലെല്ലാം സ്ഥലങ്ങൾ വാങ്ങുന്നു സൈനിക ആവശ്യങ്ങൾക്കായി. അതെ. അതുപോലെ തന്നെ വഖഫ് ഭേദഗതി കൊണ്ടുവന്ന് ഈ ഗാസയിലെയും ആ രീതിയിലുള്ള മുസ്ലിം പാലസ്തീനികളോട് മുഴുവൻ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുകയാണല്ലോ ട്രംപ്. നിങ്ങൾ മാറിക്കോ, നിങ്ങൾ ജോർദാനിലേക്കൊക്കെ പൊക്കോ, ഞങ്ങൾ പുതിയ നഗരം നിർമ്മിച്ച് നൽകാം എന്നാണ് പറഞ്ഞത്. ഈ നഗരം നിർമ്മിച്ചു കഴിഞ്ഞ് ഇതിൽ എത്ര പേരെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ട്രംപ് അങ്ങനെ ചെയ്യുമെങ്കിൽ ഇന്ത്യയും ഇതൊന്നും കണ്ട് മോദിയൊന്നും മിണ്ടാതിരിക്കില്ല. നമുക്കും അവിടെ ഒരു 5 ഏക്കർ കിട്ടിയാൽ കൊള്ളാം, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു വലിയ നയതന്ത്ര വൈദഗ്ധ്യമുള്ളവരാണല്ലോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഭാഗത്തെ ഇളക്കിവിടാൻ എളുപ്പമാണ്. പൗരത്വ ഭേദഗതിയിൽ കണ്ടതാണ്. പാസ്സാക്കിയവർ തന്നെ പറയും നിങ്ങളുടെ പൗരത്വം നഷ്ടമാകില്ല, നിങ്ങളെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും അയ്യോ ഞങ്ങളതാ പുറത്താക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് വലിയ സമരവും പലരും മരണപ്പെടുന്ന സാഹചര്യം. അതെ, ഇല്ലാത്ത മരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് 2 വിദ്യാർത്ഥികൾ ജാമിയ മില്ലയിൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞ് മയ്യത്ത് നമസ്കാരം സംഘടിപ്പിച്ചവരാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ ഈ വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ എളുപ്പമാണ്. അത് ഈ ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ പറയുമായിരുന്നു. കാരണം ഹമാസിന്റെ നേതാക്കൾ തുരങ്കത്തിനകത്തിരുന്ന് ഓർഡർ കൊടുക്കുകയുള്ളൂ, ജനങ്ങളെ ഇളക്കിവിടും. അടുത്ത് ഇതിന് ഇരയാകുന്ന സാധാരണക്കാരായ ആൾക്കാർ. അതും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാലസ്തീനിലെ സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും ഇതിനിരയാക്കപ്പെടുന്നതും. അതുപോലെ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർക്കെല്ലാം ഈ പറയുന്ന ഈ മതപരമായ ഒരു വൈകാരിക സ്വഭാവമുള്ളവരെ ഇളക്കി വിട്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യുക, രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിപ്പോൾ കേരളത്തിൽ വളരെ വ്യക്തമാണ്. ഇപ്പോൾ മാത്രമല്ല, ബംഗാൾ പോലീസ് പറയുന്നു ഈ ബംഗാളിലെ മുർഷിദാബാദിലെ കലാപത്തിൻ്റെ പുറകിൽ SDPI ആണെന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. പോലീസ് പറയുകയാണ് SDPI ആണ്, ഞങ്ങളുടെ തെളിവുണ്ട് എന്ന് ബംഗാൾ പോലീസ് തന്നെ പറയുന്നു. ഒന്നാലോചിക്കണം, മമതയുടെ പോലീസാണ് പരമാവധി അവിടെ ഹിന്ദുക്കൾക്കെതിരെയും മുസ്ലിങ്ങൾക്ക് അനുകൂലവുമായി നിലപാട് സ്വീകരിക്കുന്ന ആളാണ് മമത. അങ്ങനെയുള്ള ആ മമതയുടെ പോലീസ് തന്നെ പറയുന്നു SDPI ആണ് ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ ബംഗാളിലെ കലാപം ഒരു നിസ്സാര കാര്യമല്ല. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം ചെറുതല്ല. ഇവിടെ കേരളത്തിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോയില്ല എന്നേ ഉള്ളൂ. കാരണം CISFും മറ്റുമൊക്കെ ഇറങ്ങി അത് അടിച്ചൊതുക്കിയത് കൊണ്ടും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട് ഏറ്റവും കൂടുതൽ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അണികൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ നയിക്കാൻ ആളില്ല. ഒട്ടുമുക്കാലും ജയിലിലാണ്. ഇപ്പോൾ SDPIയുടെ നേതാവും ജയിലിലായി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവർക്ക് വലിയ തോതിൽ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ധൈര്യമില്ല. പക്ഷെ ബംഗാളിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഈ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ ഇളക്കിവിടാൻ, അവരെ അക്രമത്തിന് പ്രേരിപ്പിക്കാൻ SDPI പോലെയുള്ള സംഘടനകൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാൾ പോലീസാണ് അത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പറയുന്നതല്ല. ഈ തരത്തിൽ ഈ പറയുന്നത് പോലെ ബംഗാളിനെ വൈകാരികമായിട്ട് മുതലെടുക്കാൻ സാധിച്ചു. പക്ഷേ കേരളത്തിൽ അത് സാധിച്ചില്ല അവർക്ക്. കേരളത്തിൽ അവരതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് സാധിച്ചില്ല, അവർക്ക് വിജയിക്കാനായില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. മമതയുടെ ഭരണം തുലാസിലാണോ, ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അവിടെയും ഇലക്ഷൻ ഇനി 1 വർഷമേ ഉള്ളൂ. അപ്പോൾ ബംഗാൾ എന്തു പറയും എന്ന് നമുക്ക് ഈ വരുന്ന 1 വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും.